ഓം ഭഗവത്यै വിദ്മഹേ മഹേശ്വരി. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധ്യമാക്കും. ഇവരുടെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും. 2025 മെയ് മാസം 14 തീയതി മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല സമയം തെളിയുകയാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒക്കെ മറന്നേക്കുക. ഇനി ജീവിതത്തിൽ ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ പോകാൻ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും സാധ്യമാകും. ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടോ, എത്ര പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ടോ, പലയിടത്തും പല രീതിയിൽ നാണം കെട്ടിട്ടുണ്ടോ, അതിനൊക്കെ ഇരട്ടിയായി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേലൊന്നായി നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇതിൽ ധനവരവിൻ്റെ സമയമുണ്ട്. ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ട്. ലോട്ടറി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ജീവിതം ഏറ്റവും അധികം കെങ്കേമമാകുന്ന സമയമാണ്. നാളെ മെയ് മാസം 14 തീയതിയാണ്. വ്യാഴമാറ്റമാണ്. വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു. വ്യാഴം മാറുമ്പോൾ ജീവിതവും മാറും. സുഖലോലുപനായി ജീവിക്കാനുള്ളൊരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും അങ്ങനെ വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച പൂജകൾ അർപ്പിക്കും. നാളെ പ്രത്യേക പൂജയുണ്ട്. വ്യാഴമാറ്റമാണ്. അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതുന്നതിനോടൊപ്പം ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് കുറിച്ചേക്കുക. കാരണം മറ്റൊന്നുമല്ല, ഗണപതി ഹോമം ഒന്നിലധികം നടത്തേണ്ടതായ ആവശ്യമില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നാളെ നടത്തുന്നു എങ്കിൽ പിന്നീട് ഒരു ഗണപതി ഹോമത്തിൻ്റെ ആവശ്യമില്ല. ഒരു വ്യക്തിക്ക് ഒരേ ദിവസം ഒരെണ്ണം മതി. പ്രത്യേകിച്ച് നാളിന് ഗണപതി ഹോമം നടത്താൻ ആഗ്രഹിക്കുന്നവർ അതും പ്രത്യേകിച്ചൊന്ന് എഴുതിയേക്കുക. ഏതായാലും നിങ്ങൾക്ക് വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോവുകയാണ്. ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ്. കുടുംബൈശ്വര്യം ഉണ്ടാകും, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും, ലോട്ടറി ഭാഗ്യമുണ്ടാകും, ജീവിത വിജയമുണ്ടാകും. അങ്ങനെ പല മേഖലകളിലും വിജയിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ്. കാരണം മറ്റൊന്നുമല്ല, വ്യാഴമാറ്റമാണ്. വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വിജയം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. അങ്ങനെ വലിയ രീതിയിൽ ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന, ധനധാന്യ സമൃദ്ധി നേടിയെടുക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയും തന്നെയാണ്. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും വ്യാഴമാറ്റം വളരെയേറെ അനുകൂലമാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 2ാം ഭാവത്തിൽ നിന്നും 3ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈ ഒരു സമയത്ത് ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരാം. വസ്തുവകകൾ വാങ്ങുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരാം. വിവിധ തലങ്ങളിൽ ഇവർക്ക് വിജയിക്കുവാനുള്ളൊരു യോഗം വന്നു ചേരാം. പുതിയതായിട്ട് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വാങ്ങാൻ പറ്റും. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സാധ്യമാകും. അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും. വിദേശത്തൊക്കെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് നല്ല ജോലി തന്നെ കിട്ടും. ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. ധാരാളം ധനം വന്നു ചേരാൻ പോകുന്നു. അതുപോലെ മക്കളുമാർക്ക് നല്ല ഉയർച്ച വന്നു ചേരാൻ പോകുന്നു. ജീവിതത്തിൽ ശത്രുദോഷം കൊണ്ട് വലഞ്ഞവർക്ക് ആ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോകുന്നു.
അങ്ങനെ ഒരുപാട് തലങ്ങളിൽ വിജയിക്കാൻ ഇവർക്ക് കഴിയും. ഇവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായിട്ട് ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇപ്പോൾ പ്രമോഷനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ പ്രമോഷനൊക്കെ ഈ ഒരു സമയത്തായിരിക്കും ഇവർക്ക് ലഭ്യമാകുക. അങ്ങനെ വലിയ രീതിയിൽ വലിയ നേട്ടങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും. പരിഹസിച്ചവരുണ്ട്, പുച്ഛിച്ചവരുണ്ട്, പല രീതിയിൽ പല ആപത്തിൽ കൊണ്ട് തള്ളിയിട്ടിട്ട് ഏറ്റവും അവസാനം രക്ഷപ്പെട്ട് പോയവരുണ്ട്. എന്നാൽ ഇനി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും വന്നു ചേരും. നല്ല നാളുകൾ തുടങ്ങിക്കഴിഞ്ഞു ഈ നക്ഷത്ര ജാതകർക്ക്. ഇവരുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് വേണ്ടുവോളം വന്നു ചേരും. ഈ നക്ഷത്ര ജാതകരിൽ അശ്വതിയിലും ഭരണിയിലും കാർത്തികയിലും ജനിച്ച ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങൾ അവരോട് പറയണം അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയുകയാണ് എന്ന്. ഇത് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും നിങ്ങളുടെ ഈ ഗുണാനുഭവം അവർക്കും പങ്കുവെക്കേണ്ടതായ ആവശ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് മാത്രമല്ല ഇതിൻ്റെ ഒന്നും ഗുണം ലഭിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഇതിൻ്റെയൊക്കെ ഗുണം ലഭിക്കും, രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തത് ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഏറ്റവും കെങ്കേമമായ സമയമാണ്. പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. ദുരിത ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഇടവക്കൂറുകാർ എത്തുന്നു. കാർത്തികയും രോഹിണിയും മകീരവും. വ്യാഴം ജന്മത്തിൽ നിന്ന് ധനഭാവത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് അപ്രതീക്ഷിതമായ ധനലാഭം ഇവർക്ക് വന്നു ചേരാം. കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് അനുകൂലമായി തീരും. കേസ് വഴക്കിലൊക്കെ ഇവർ വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, അപ്രതീക്ഷിതമായൊരു ധനലാഭം ഇവർക്ക് വന്നു ചേരും. ഇത് നിലനിൽക്കുന്നത് ഒരു 2-2.5 വർഷക്കാലം യാതൊരു കുഴപ്പവും വരത്തില്ല. 2.5 വർഷക്കാലം ഇവരെ സംബന്ധിച്ച് ഒരു കുഴപ്പവും വരില്ല. ക്ഷേത്രദർശനമൊക്കെ നടത്തണം. ഞാൻ പറയാതെ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോകണമെന്ന് ആ കൃത്യമായിട്ട് നിങ്ങൾ പോവുക. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും നരസിംഹമൂർത്തിക്ക് പാനക വഴിപാട്. അപ്പോൾ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, ശാസ്താവിന് നീരാഞ്ജനം, ഇതൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിലെ സകല സമസ്ത മേഖലകളിലും വിജയിക്കാൻ, നല്ല രീതിയിൽ എത്തുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. അത്രയധികം ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പ്രണയ വിജയം, പ്രേമിക്കുന്നവർക്കൊക്കെ പറ്റിയ സമയമാണ്. അതൊക്കെ വിവാഹത്തെ കലാശിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ നല്ല സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി സങ്കടങ്ങളും മാറി വിജയിക്കാൻ കഴിയുന്ന സമയമാണ്. ഇടവക്കൂറുകാർക്കും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ധാരാളം ധനം വന്നു ചേരും. വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ആ വഴക്കൊക്കെ മാറിക്കിട്ടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പായും നിങ്ങൾക്ക് നല്ല നാളുകളാണ് വരാൻ പോകുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്തരത്തിനും ബെറ്റർ സമയം, VIP പോലെ കഴിയാനുള്ള സമയമാണ്. VIP എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. എവിടെ ഒരു സ്ഥാനം കിട്ടും, വസ്തു വാങ്ങും, നല്ല ആർഭാടത്തോടു കൂടി ജീവിക്കാൻ കഴിയും. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വലിയ നിലയിലെത്തിച്ചേരുന്നത്. വലിയ കാർ വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, ബിസിനസ് സ്ഥാപനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ പല രീതിയിലും പല നേട്ടങ്ങളും നേടിയെടുക്കുന്നവരെക്കുറിച്ച് അവരെയൊക്കെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം. അതുപോലെ നിങ്ങൾക്കും എത്തിച്ചേരാൻ സാധിക്കും. ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്തരത്തിനും ഇത് നല്ല സമയമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. അറിയാം, 11ാം ഭാവത്തിലേക്ക് വ്യാഴം എത്തുമ്പോൾ സകല ദുരിത ദുഃഖങ്ങളും അവസാനിക്കും, സകല സങ്കടങ്ങളും അവസാനിക്കും. ജീവിതത്തിൽ പിന്നെ നേട്ടത്തിൻ്റെ സമയമായിരിക്കും, ഉയർച്ചയുടെ സമയമായിരിക്കും.
ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും. ഏറ്റവും ഭാഗ്യത്തിൻ്റെ സമയത്തിലേക്കാണ് ചിങ്ങക്കൂറുകാർ എത്തിയിരിക്കുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ സകല സമസ്ത മേഖലകളിലും വിജയമാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കും, കൊതിച്ചതൊക്കെ നേടിയെടുക്കും. പ്രമോഷൻ ഉണ്ടാകാം, അതുപോലെ തന്നെ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാം, ചിരകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും. അങ്ങനെ പല രീതിയിലുള്ള ഉയർച്ചയും ഭാഗ്യവും ഒക്കെ ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരും. അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അവർ എല്ലാ മാസവും ഇനിയൊരു 2 വർഷക്കാലത്തേക്ക് 24 മാസക്കാലത്തേക്ക് എല്ലാ മാസവും ഗണപതി ഹോമം നടത്തണം. ഇടവമാസത്തിൽ നിങ്ങൾ തുടങ്ങി വെക്ക്. 1-ാം തീയതി തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഇടവമാസത്തിൽ തന്നെ ഇതങ്ങ് തുടങ്ങി വെക്ക് ഗണപതി ഹോമം. നിങ്ങൾ രക്ഷപ്പെടും. സകല വിഘ്നങ്ങളും മാറിക്കിട്ടും. സകല രീതിയിലും വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അതുപോലെ ശാസ്താവിന് എള്ളുപായസം, ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, കാക്കയ്ക്ക് ഭക്ഷണം, ഇതൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക. വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടേതാണ്, വളരെയേറെ സന്തോഷത്തിൻ്റെയാണ്. ഇനി ഉയർച്ച മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കും. നാളെ നേരം പുലരുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങും നല്ല കാര്യം. ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നല്ല രീതിയിലുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തതെന്ന് പറഞ്ഞാൽ കന്നിക്കൂറുകാരാണ്. ഉത്രവും അത്തവും ചിത്തിരയും. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. മുൻകോപം, പിടിവാശി ഇതൊക്കെ അല്പം കുറയ്ക്കണം കേട്ടോ. അതുപോലെ തന്നെ ദുഷ്ടജനങ്ങളുടെ ചില ആഭിചാരദോഷങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട്. അതുമൊക്കെ ഒന്ന് മാറ്റേണ്ടതായ ആവശ്യമുണ്ട്. അതിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ പോകണം. അവിടെ ചുവന്ന പട്ടൊക്കെ സമർപ്പിക്കുക. ജിന്നൊക്കെയുള്ള ക്ഷേത്രമാണെങ്കിൽ പച്ചപ്പട്ട് കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സകല ദുരിതവും ദുഃഖവും മാറിക്കിട്ടും. അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരും. പണം ധാരാളം ഇങ്ങനെ ഒഴുകി വരും. യാതൊരു സംശയവും വേണ്ട. ഗണപതി ഹോമം മറക്കേണ്ട. അതുപോലെ തന്നെ ദേവീപ്രീതി, ശാസ്താക്ഷേത്രത്തിൽ ദർശനം, ഇതൊന്നും മറക്കാതെ ചെയ്യുക. ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന മറ്റു 3 നക്ഷത്ര ജാതകരെന്ന് പറഞ്ഞാൽ ചിത്തിരയും ചോതിയും വിശാഖവുമാണ്. ഇവരെ സംബന്ധിച്ച് വ്യാഴം 8ാം ഭാവത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്ക് വരികയാണ്. അപ്പോൾ ചില നഷ്ടപ്പെട്ട ധനങ്ങളൊക്കെ തിരികെ കിട്ടാം. കളവ് പോയിട്ടുള്ള ഒരുപാട് കളവൊക്കെ പോയിട്ടുണ്ട് ഈ ഇടയായിട്ട്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ മനസ്സ് വിഷമിക്കാത്ത സമയമില്ല. എല്ലാ രീതിയിലും ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയാണ്. അവിടെ ഒരു സമാധാനമില്ല, ഇവിടെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ. അത് ശരിയാണോ അല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കണേ. അതുപോലെ തന്നെ നിങ്ങളൊരു ദേവീ ഭക്തയാണെങ്കിൽ ദേവി നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കണേ. അമ്മേ ദേവി നാരായണ ഒന്ന് എഴുതിയേരെ. രക്ഷപ്പെടും. ഉയർത്തെഴുന്നേൽക്കുന്ന സമയമാണിത്. വ്യാഴമാറ്റം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. എല്ലാ രീതിയിലും വളരെയേറെ ഗുണം ലഭിക്കും. അതുപോലെ തന്നെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കും. പ്രണയ സാഫല്യം നടക്കും. പുതിയ ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ല ഗുണകരം ചെയ്യും. മംഗല്യഭാഗ്യമുണ്ടാകും. ബിസിനസ് രംഗത്തൊക്കെ ശോഭിക്കും. വിദേശയാത്രയ്ക്കൊക്കെ ഒരു വഴി തെളിയുന്ന സമയമാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അവിടെ കടുംപായസമൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നല്ല ഉയർച്ചയും നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ധനുക്കൂറുകാരാണ്. മൂലവും പൂരാടവും ഉത്രാടവും. ഇവരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം. 7ാം ഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ വലിയ മോശമൊന്നുമല്ല. നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നിരിക്കും. സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കും. ബിസിനസ്സിലൊരു പുതിയ മാറ്റം വരും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. പ്രണയ സാഫല്യമുണ്ടാകുന്ന സമയം. വിവാഹം, ദാമ്പത്യ സുഖമൊക്കെ വന്നു ചേരുന്ന സമയം. ദമ്പതികൾ തമ്മിൽ പിണക്കത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് ആ പിണക്കമൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഒത്തിരി ഭാഗ്യവും ഒത്തിരി നേട്ടവും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ കുംഭക്കൂറുകാരാണ്. അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും. ഇവരെ സംബന്ധിച്ച് വ്യാഴം 4ാം ഭാവത്തിൽ നിന്നും 5ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. വിദേശ യോഗം വന്നു ചേരും. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം കരസ്ഥമാക്കാനുള്ളൊരു യോഗം വന്നു ചേരും.
പുതിയ സൗഹൃദങ്ങൾ വഴി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ ഉണ്ട്. എങ്കിലും വിശ്വസിക്കരുത്, അമിതമായ വിശ്വാസമൊന്നും വേണ്ട. ചില വഞ്ചനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ട്. എന്നാലും ഭാഗ്യാനുഭവങ്ങൾക്ക് യാതൊരു കുറവും വരില്ല. എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തതെന്ന് പറഞ്ഞാൽ മീനക്കൂറുകാരാണ്. മീനക്കൂറുകാർക്ക് മംഗല്യഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. വിവാഹ ആലോചനയൊക്കെ ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയം, അതിലൊക്കെ തീരുമാനമാകുന്ന സമയം, പ്രണയ സാഫല്യത്തിൻ്റെ സമയം. പിന്നെ അതുപോലെ തന്നെ ചില അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. പല രീതിയിലും പല ദോഷങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കാര്യങ്ങളും ഒക്കെ വന്നു ചേരും. ഏതായാലും നല്ല ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരട്ടെ. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേലൊന്നായി നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാളെ വ്യാഴമാറ്റമാണ്. മാറ്റമുണ്ടാകും. വലിയൊരു മാറ്റമായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക. എല്ലാവരും ഈശ്വരവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും വന്നു ചേർന്നിരിക്കും. അച്ചട്ടായിരിക്കും